ആ പ്രളയം ഉണ്ടായത് സയ്യിദുനാ നൂഹിന്റെ കാലത്ത് അലൈഹിസ്സലാം. അത് വരും. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ലോകം കണ്ട മറ്റൊരു ജോർജ് ബുഷ് ആയിരുന്നു ഫറോവയെ. ജോർജ് ബുഷിനെ ഫറോവ എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഫറോവയെ ജോർജ് ബുഷ് എന്ന് പറയണം. എന്തുകൊണ്ട്? ഒരു ബലിപെരുന്നാളിനെങ്കിലും ഏതെങ്കിലും ഒരു ശത്രുവിനെ കൊന്ന ഒരു ചരിത്രം ഫറോവക്ക് പോലുമില്ല. നൈൽ നദി പോലും എന്റെ സമ്മതം കൂടാതെ ഒഴുകില്ല എന്ന് പറഞ്ഞവനായിരുന്നു അവൻ. എന്നിട്ട് അവനെ തകർത്തില്ലേ? ആര്? സയ്യിദുനാ മൂസ. ആരായിരുന്നു? ഭാര്യ വീട്ടിൽ നിന്ന് പോന്നപ്പോ ആകെ ഉണ്ടായത് പൂർണ്ണ ഗർഭിണിയായ ഒരു ഭാര്യ, ജുർസൂൻ എന്ന ഒരു കുട്ടിയെ വലിച്ചും ഇടുത്തും ചുമലിലേറ്റിയും കൊണ്ട് നടന്നു. കുരാക്കൂരിട്ടുണ്ടായിരുന്നു. ചെങ്കടലിൽ നിന്ന് അടിച്ചു വീശിയ സമൃദ്ധമായ കാറ്റുണ്ടായിരുന്നു. കണ്ണ് കുത്തിയാൽ കാണാത്ത ഇരുട്ടുണ്ടായിരുന്നു. മരം കോച്ചുന്ന തണുപ്പുണ്ടായിരുന്നു. ഭാര്യ സഫൂറയെയും കൂട്ടി റളിയല്ലാഹു അൻഹ മദിയനിൽ നിന്ന് വരികയാണ് സയ്യിദുനാ മൂസ. ഈ മനുഷ്യൻ ആ യാത്രയിൽ സഫൂറ പ്രസവിക്കുകയും ചെയ്തു റളിയല്ലാഹു അൻഹ. വയറ്റാട്ടി പോലുമില്ല. വയറ്റാട്ടിയുടെ പണിയെടുത്തതും സയ്യിദുനാ മൂസ. ഒരു സെന്റ് ഭൂമിയില്ലാത്ത, ഒരായുധമില്ലാത്ത, ആകെ ഉണ്ടായിരുന്നത് ആടിന് ഇല കുടിക്കുന്ന ഒരു ഒടി, ഒന്നുമില്ല. സയ്യിദുനാ മൂസ ഭാര്യയുടെ പ്രസവത്തിന് വയറ്റാട്ടിയായ സയ്യിദുനാ മൂസ. ആ മനുഷ്യനെയല്ലേ ഹലതാക ഹദീസ് മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. അതുകൊണ്ട് എവിടെ നിന്നായിരിക്കും ജോർജ് ബുഷിന്റെ ശത്രു, ജോർജ് ബുഷിന്റെ അവസാനത്തെ പ്രതീക്ഷയുടെ അടിക്കല്ലിനെയും തകർത്ത് കളയുന്ന ആധുനിക ചരിത്രത്തിന്റെ നവോത്ഥാന നായകൻ എവിടെ നിന്ന് വരും എന്ന് നിങ്ങളാരും കണക്ക് കൂട്ടേണ്ടതില്ല. അത് വന്നിരിക്കും. ചരിത്രത്തിന്റെ നിയോഗം ആയിരിക്കുന്നു. അതുകൊണ്ട് സ്വയം ഇബ്രാഹിമിന്റെ മക്കളാകാൻ ശ്രമിക്കൂ. അധർമ്മത്തോടുകൂടെ പരമാവധി പടപൊരുതുക, ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക, സത്യത്തിന്റെ വാഹകരാകാൻ ശ്രമിക്കുക, അമേരിക്കയെ ബഹിഷ്കരിക്കുക. കഴിയുന്നത്ര അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളെയും അമേരിക്കൻ ഇംപീരിയലിസത്തെയും ബഹിഷ്കരിക്കുകയും അമേരിക്കയുടെ തമ്മാടിത്തരത്തിനെതിരെ ലോക മനസാക്ഷി ഉയരുകയും ഈ വിഷയത്തിൽ ഇതൊരു മുസൽമാന്റെ മാത്രം പ്രശ്നമല്ല, മാനവ സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന് കണക്കിലെടുക്കുകയും അങ്ങനെ കണക്കിലെടുത്ത ഇന്ത്യ രാജ്യത്തെ എന്നല്ല ലോകത്തെ മറ്റ് മുസ്ലിം സഹോദരങ്ങളോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും ഇവിടെ ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തൻ്റെ കൈവശമുള്ള വിശുദ്ധ ഖുർആൻ സുഹൃത്തിനെ ഏൽപ്പിക്കണമെന്ന ശ്രദ്ധേയമായ സന്ദേശമൊഴികെ ഒരു ഔദാര്യവും അദ്ദേഹം ശത്രുക്കളോട് ആവശ്യപ്പെട്ടില്ല. ഒരിക്കലും അവസാനിക്കാത്ത ചെറുത്തുനിൽപ്പുകൾക്ക്, മർദ്ദിത ജനതയ്ക്ക് ആവേശം പകരാൻ തൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സദ്ദാം ഇറാഖികൾക്ക് കൈമാറിയതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ദിവസം വന്നെത്തുക തന്നെ ചെയ്യും. നിശ്ചയദാർഢ്യതയിലും ധീരതയിലും 21-ാം നൂറ്റാണ്ടിന് സമാനതകളില്ലാത്ത മാതൃക നൽകിയ സദ്ദാമിൻ്റെ ഓർമ്മചിത്രം പോരാട്ടങ്ങൾ അവസാനിക്കാത്തിടത്തോളം ചില്ലിട്ടു സൂക്ഷിക്കാനുള്ളതാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.